പത്തനംതിട്ടയിൽ വൻ തീപിടുത്തം. കണ്ടാളംചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മലയിലാണ് തീപിടുത്തമുണ്ടായത്. അടൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എങ്ങനെയാണ് തീ പടർന്നത്? നിലവിലെ സാഹചര്യം എന്ത്? അസുഖ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 6:30 ഇത്തരം ഒരു അപകടം അവിടെ തീപിടുത്തം ഉണ്ടായെന്നുള്ള വിവരം പുറത്തു വരുന്നത്. പിന്നീട് ആണ് അടൂർ ഫയർഫോഴ്സ് സംഘം എത്തുകയും 2 യൂണിറ്റ് എത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോഴും ഈ തീ പിടുത്തത്തിലുള്ള അല്ലെങ്കിൽ തീ അണയ്ക്കാൻ സാധ്യമായിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് തന്നെ നൽകുന്ന വിവരം. പറന്തൽ മേഖലയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി കണ്ടാളച്ചിറ എന്ന ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള ഒരു മലയാണ് കത്തുന്ന സംഭവമാണ്. അടൂരിൽ നിന്ന് ഫയർഫോഴ്സിന് ലഭിക്കുന്ന വിവരം വലിയ തീയാണ് കത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വലിയ തരത്തിൽ തീ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അടൂർ ഫയർഫോഴ്സിന് പുറമെ ഈ സ്ഥലത്തേക്ക് മാവേലിക്കര, ചെങ്ങന്നൂർ എന്ന ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നും ഫയർഫോഴ്സിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓരോ യൂണിറ്റ് വീതം ഈ സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ കത്തുന്ന മഴയിലെങ്കിലും സമീപത്തെ ഭാഗത്തുനിന്ന് അടൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് 2 യൂണിറ്റ് ചേർന്ന് തീ അണയ്ക്കുവാനുള്ള ശ്രമമാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MM വേണു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടറും എത്തിയിട്ടെന്നുള്ള വിവരമാണ്. എത്തും എന്ന വിവരമാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ നൽകുന്ന വിവരം. ഇത്തരം തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അസിത. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള മലയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു.